ലോകം ഞെട്ടലോടെയാണ് ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതക വാർത്ത കേട്ടത്. കൊലപാതകത്തിനു പിന്നിൽ ഇസ്രായേൽ ചാരസംഘടന മൊസാദാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇസ്രായേൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നിഷേധിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയം. മൊസാദ് ദീർഘനാളായി നടത്തിയ പഴുതടച്ച ആസൂത്രണമാണ് ഹനിയയുടെ ജീവിതമെടുത്തതെന്നു റിപ്പോർട്ടുകൾ വന്നു. ഇറാനിൽ വെച്ചാണ് ഹനിയ കൊല്ലപ്പെട്ടത്. വടക്കൻ ടെഹ്റാനിൽ ഒരു ഗസ്റ്റ് ഹൗസിലാണ് ഹനിയ താമസിച്ചിരുന്നത്. ഈ ഗസ്റ്റ് ഹൗസിൽ ഏകദേശം 2 മാസം മുൻപേ നിർമ്മിതബുദ്ധിയിൽ പ്രവർത്തിപ്പിക്കുന്ന ബോംബ് സ്ഥാപിച്ചിരുന്നു. ടെഹ്റാനിലെ സന്ദർശന വേളയിൽ ഹനിയ പതിവായി തങ്ങിയിരുന്നത് ഈ ഗസ്റ്റ് ഹൗസിലായിരുന്നു. ഈ മുറി മനസ്സിലാക്കിയ മൊസാദിന്റെ ചാരന്മാർ ബോംബ് സ്ഥാപിക്കുകയായിരുന്നു. ഹനിയയും സുരക്ഷാ ഭടന്മാരും മാത്രമുള്ള സമയം മനസ്സിലാക്കി റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിസുരക്ഷയുണ്ടായിരുന്ന ഇവിടുത്തെ ചാരന്മാർ എങ്ങനെ അതിക്രമിച്ചു കയറി? ഈ ചോദ്യമാണ് അമ്പരപ്പിക്കുന്നത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. സ്വന്തം മണ്ണിൽ ഇസ്രായേൽ നടത്തിയ സ്ഫോടനം ഇറാന് കനത്ത തിരിച്ചടിയും നാണക്കേടുമായി മാറി. രഹസ്യയോഗങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് നടന്നിരുന്നത്. VIP അതിഥികൾ പതിവായി തങ്ങുന്ന സ്ഥലവുമാണിത്. പരമോന്നത നേതാവ് ആയതുള്ള ഖമനിയോടും ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വത്തോടും വിയോജിപ്പുള്ളവരെ ഉപയോഗിച്ചാണ് മൊസാദ് ഓപ്പറേഷൻ നടത്തിയതെന്ന് വിവരവും പുറത്തുവന്നു. കൊല്ലപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഹനിയ ഇറാന്റെ പരമോന്നത നേതാവ് ആയതുള്ള അലി ഖമേനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരു നേതാവ് പോയാൽ മറ്റൊരാൾ ഉയർന്നുവരുമെന്ന് ഖമനിയോട് ഹനിയ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഖുർആൻ വചനങ്ങൾ ഉദ്ധരിച്ചുള്ള സംഭാഷണവും TV ചാനലുകൾ സംപ്രേഷണം ചെയ്തു. ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഹനിയ ഇറാനിലെത്തിയത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക്, അതായത് ഇന്ത്യൻ സമയം പുലർച്ചെ 4 മണിക്കാണ് ഹനിയ കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നായിരുന്നു ഹമാസ് ആദ്യം പറഞ്ഞത്. പിന്നീടാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ഹനിയയുടെ സംസ്കാര ചടങ്ങുകൾ ദോഹയിൽ നടന്നു. ഹനിയയുടെ പിൻഗാമിയാകുമെന്ന് കരുതുന്ന ഖലീൽ അൽ ഹയ്യും ഹമാസ് മുൻ തലവൻ ഖാലിദ് മഷാലും ചടങ്ങിൽ പങ്കെടുത്തു. ഇതിനിടെ ഹിസബുള്ള ഇസ്രായേലിനെതിരെ ആക്രമണം ആരംഭിച്ചതായുള്ള വാർത്തകളും എത്തി. വെള്ളിയാഴ്ച രാവിലെയാണ് ലെബനൻ അതിർത്തിയിൽ നിന്ന് ഹിസബുള്ളയുടെ മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി തൊടുത്തത്. 1 മണിക്കൂറിനിടെ 100-ലധികം മിസൈലുകളാണ് തൊടുത്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആക്രമണത്തിൽ നിരവധി IDF ജവാന്മാർ കൊല്ലപ്പെട്ടതായും പറയുന്നു. എന്നാൽ ഇസ്രായേൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്മായിൽ ഹനിയയുടെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഹിസബുള്ള, ഹൂതി, ഹമാസ് ഉൾപ്പെടെയുള്ളവരുടെ സംയുക്ത ആക്രമണത്തിന് ആഹ്വാനം ചെയ്യുന്നതിനിടെയാണ് ഹിസബുള്ള സ്വതന്ത്രമായി ആക്രമണം നടത്തിയിരിക്കുന്നത്.